വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 3 ചേരുവകൾ കൊണ്ട് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ പാർട്ടികളിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ, അതേപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് 250 ml 2 കപ്പ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാറ്റോട് കൂടിയിട്ടുള്ള മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ ഏലക്കായും അതേപോലെ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത പൊടി 1 ടീസ്പൂൺ ഞാനിതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് പാലൊന്ന് ചൂടാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഞാനിതിനകത്തേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് പുഡിങ്ങിന് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് അടപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റായി വരുന്നെന്ന് കാണുമ്പോൾ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതേപോലെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നല്ല ഡാർക്ക് കളറാക്കേണ്ട ആവശ്യമില്ല. ഡാർക്ക് കളറായിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതേപോലെ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കാരമലൈസൊക്കെ ഒന്ന് പാലിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കാരമലൈസും പാലും കൂടെ നന്നായിട്ട് മിക്സായി നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് 250 ml 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ജലാറ്റിൻ ഉണ്ടെങ്കിൽ അത് മതിയാവും. ഞാനിപ്പോൾ ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഇതിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചൈന ഗ്രാസ് മിക്സായി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ ഇത് കുതിർത്ത് വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ജലാറ്റിൻ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ റെഡിയാക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അതേപോലെ തന്നെ രണ്ടിൻ്റെയും ചൂട് ഒരേ ലെവലിൽ ആയിരിക്കണം. അല്ലെങ്കിൽ പാല് ഈ മിക്സ് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കുറേയുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇത് കട്ടിയാക്കി കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിത് അടപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഏത് പ്ലേറ്റിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അധികം കട്ടിയില്ലാത്ത നല്ല പരന്ന പ്ലേറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിതേപോലെ ഈ
മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും. അതേപോലെ തന്നെ ഞാനൊരു 4-5 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച്. ഇതൊരു രാത്രി മുഴുവനും നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബദാം തൊലിയോട് കൂടിയുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ജെറിയാണുള്ളത്. അപ്പോൾ ആ ജെറിയും കൂടെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ പിസ്തയാണോ അതേപോലെ തന്നെ കപ്പലൻ്റെ ആണോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പുഡിങ് കഴിക്കുമ്പോൾ കുറച്ച് ഒന്ന് കടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് കാരമൽ പുഡിങ്. അപ്പോൾ ഞാനൊരു 4 മുതൽ 6 മണിക്കൂർ വരെ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക, ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്നാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. ഇതേപോലെ നല്ല സോഫ്റ്റാണ് കാണാൻ വേണ്ടിയിട്ടും, നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.